ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം എല്ലാവർക്കും ശമ്പളങ്ങൾ കുറവാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത്യാവശ്യം ഈ കുടുംബം മാനേജ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഒരുപാട് പ്രയാസമായിരുന്നു. ഞാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട് കാർഡ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ആരൊക്കെ ശമ്പളം കുറവാണ് ജോലിയിലൊക്കെ. അപ്പോൾ ചെന്നപ്പോൾ ബാങ്കിലുള്ളവർ പറഞ്ഞു, ഈ ക്രെഡിറ്റ് കാർഡ് നോക്കുന്ന സെക്ഷൻ ആൾക്കാർ പറഞ്ഞു 27-30 ശമ്പളം വേണം എന്നാലേ കാർഡ് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്ര ശമ്പളമൊന്നും നമുക്കില്ല. പിന്നെ അല്ലെങ്കിൽ കാർഡ് വേണമെങ്കിൽ FD ഇട്ടാൽ ആ FD ഡിപ്പെൻഡ് ചെയ്തുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 50,000 FD ഇട്ടാൽ ആ കാർഡിൻ്റെ 50,000 ലിമിറ്റ് വെച്ചിട്ട് കാർഡ് തരും. ഇതായിരുന്നു ആദ്യത്തെ നിബന്ധന. അപ്പോൾ അങ്ങനെ ഒരുപാടൊക്കെ ആയപ്പോൾ ഉപേക്ഷിച്ച് ഇനി കിട്ടത്തില്ല, നമുക്ക് ശമ്പളം കുറവാണല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആ കാലഘട്ടം മാറിയപ്പോൾ ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ഒരുപാട് സാധ്യത വന്നു തുടങ്ങി. ഇങ്ങോട്ട് ഓഫർ വന്നു തുടങ്ങി. അങ്ങനെ സിവിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്ത് കാർഡ് കിട്ടി തുടങ്ങി. ആദ്യം ഒരു HDFC ബാങ്കിൻ്റെ കാർഡ് കിട്ടി. ലിമിറ്റ് 80,000 രൂപയാണ്. അപ്പോൾ എൻ്റെ മാസം ഒരു മാസം ശമ്പളത്തിൽ 80,000 ശമ്പളം കൂടാതെ നമ്മൾ കയ്യിൽ എത്താൻ പൈസ വന്നു. അങ്ങനെ അത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പോൾ വേഗം നമ്മൾ അറിയുന്നില്ല പർച്ചേസ് ചെയ്യുന്നതൊക്കെ. കാരണം കാർഡുണ്ടല്ലോ. ഇപ്പോൾ ഈ ഡെബിറ്റ് കാർഡാണെങ്കിൽ നമ്മൾ പൈസ ഇല്ലാതാകുമ്പോൾ നമ്മൾ ഇനി ശരിയായാലും പൈസ ഇല്ല, ഈ മാസം മുമ്പോട്ട് പോകണം ചിന്തിക്കും. ക്രെഡിറ്റ് കാർഡുള്ളപ്പോൾ ചിന്തിക്കത്തില്ല. എന്നാൽ പർച്ചേസ് കൂടും നമുക്ക്. ഇന്ന പാട്ട് എപ്പോഴും പോയേക്കാം, എല്ലാ സാധനം മേടിച്ചേക്കാം, അങ്ങനെയോ പിന്നെ അടച്ചാൽ മതിയല്ല. അങ്ങനെ ഒന്ന് ബില്ല് കൂടിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ഉപയോഗം കൂടിപ്പോയി അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ അതിൻ്റെ ബില്ലടയ്ക്കാറായപ്പോഴാണ് അടുത്ത കാർഡിൻ്റെ ഓഫർ. ഒരു കാർഡ് കിട്ടി അടുത്ത കാർഡ് ഉറപ്പാടും കിട്ടും. അടുത്ത ബാങ്ക് ആൾക്കാർ വന്നു തുടങ്ങി, ഇന്ന കാർഡുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാർഡുണ്ട്, അല്ല സാറേ ഈ കാർഡ് വെച്ച് ഈ കാർഡിന് ബില്ലടയ്ക്കാൻ പറ്റുന്നു, അങ്ങനത്തെ ഓഫർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് നേരാണല്ലോ, അപ്പോൾ അവന് EMI അയക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ ഓർത്ത് ആ കാർഡ് മേടിച്ചു. അപ്പോൾ ആ കാർഡ് മേടിച്ചപ്പോൾ എന്ന് വെച്ചാൽ അത് നമുക്ക് 150 സമയം ഉണ്ടായിരുന്നു. അപ്പോൾ സമയമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യം ഈ ബില്ലടച്ചു, 2 കാർഡായി. അപ്പോൾ അടുത്ത കാർഡിൻ്റെ ഓഫർ വന്നു. അങ്ങനെ ഉപയോഗിച്ച് കാർഡുകൾ കൂടിക്കൊണ്ട് 1, 2, 3, 4, 5 എണ്ണമായി. ലക്ഷങ്ങളായി. നമ്മൾ അറിയുന്നില്ലായിരുന്നു. കാരണം നമുക്ക് ഓരോ കാർഡ് വെച്ച് മറിച്ച് പോയിക്കൊണ്ടേയിരുന്നു. ശമ്പളം കുറവാണല്ലോ, നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു എല്ലാ കാര്യത്തിനും. അങ്ങനെ വലിയ എമൗണ്ട് ആയപ്പോഴാണ് ഞാൻ തിരിച്ചറിവുണ്ടായത് നമ്മൾ കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞത്. എൻ്റെ മാത്രം കഥയല്ല, മിക്കവാറും കഥ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് അടയ്ക്കണമല്ലോ, EMI അയക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ സിനിമയിലെ ഫാസിലിനെ പോലെ ആയിപ്പോയി, ഡയമണ്ട് ക്രെഡിറ്റ്സില്ല. ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ശ്രമിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ക്രെഡിറ്റ് കാർഡ് ഉള്ളത് നല്ലതാണ്. അധികം ഹോസ്പിറ്റൽ കേസൊക്കെ എന്തെങ്കിലും വന്നാലേ ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ ആയിട്ട് അല്ല അത്യാവശ്യം ഞങ്ങൾക്ക് ഉപയോഗിക്കുക. അല്ലാതെ ഒരിക്കലും ആഡംബരാക്കാൻ നോക്കരുത്, പണി കിട്ടും.